അടവുപരമായിട്ടുള്ള നയം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്ന. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു പോയി, 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ? അതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാധീനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് പോലും, അന്ന് ഞാൻ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആളാണ്, ആർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ അടുക്കളയിൽ കൊണ്ടിടുക. ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, സഹിച്ചറിയാരുടെ വീടിനടുത്തുള്ള ലേഡിയാണ്. അവരാണ് സഹിച്ചറിയാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അവരുടെ വീടിനടുത്തുനിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരെ കാലിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കാണിച്ചു. സാർ, ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുത്തില്ല തിരികെ. അങ്ങനൊരു ഗവൺമെൻറ് തിരിച്ചു വരില്ല. അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1 സ്റ്റെപ്പ് ഫോർവേഡ്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കണം. അത് എല്ലാ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാർ, താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താന്നിരിക്കുകയാണ് കേരളത്തിൽ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാൻ നടക്കുന്നില്ലാണ്. അവർ ചിന്തിക്കുന്നില്ല. ചിന്തകന്മാരുണ്ട്. സുകുമാർ അഴീക്കോണപ്പുള്ളവർ ഇപ്പോൾ ഉണ്ടോ? സാനു മാസ്റ്റർ പോലുള്ളവരുണ്ടോ? ഇപ്പോൾ ഇവരാരും ഇപ്പോൾ ഇല്ലല്ലോ. അതെല്ലാം ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് ബഹുമാനിച്ചിരുന്നവരാണ് അവരെ എല്ലാവരെയും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പഴയ സോഷ്യലിസത്തിൻ്റെ ആ രീതിയിൽ മാത്രമല്ല, സോഷ്യൽ ഡെമോക്രസിയുടെ അംശം അതിനകത്ത് ചേർത്തിട്ടുണ്ട് അവർ. നമ്മുടെ രാജ്യം സോഷ്യൽ ഡെമോക്രസിയാണ്. ആ സോഷ്യൽ ഡെമോക്രസിയെ സോഷ്യാലിസ്റ്റ് ഡെമോക്രസിയാക്കി, പീപ്പിൾസ് ഡെമോക്രസിയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അതാണോ ഇപ്പോൾ നടക്കുന്നത്? ആണോ CPI ആണേ? നിങ്ങൾ ഞങ്ങൾക്ക് SFIയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? അതാണോ നടക്കുന്നത്? അതിനെപ്പറ്റി അറിയാവുന്ന എത്ര പേരുണ്ട് സാർ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. കൂകി വിളിച്ചൊന്നും ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് രക്തം ചൊരിയണം, വിഷമിക്കണം. അല്ലെ മഹാത്മാഗാന്ധിയെ പോലെ നിരാഹാര സമരത്തിലൂടെ ബ്രിട്ടനെ മുട്ടുകുത്തിക്കുന്ന പുതിയ സമരരൂപങ്ങൾ കൊണ്ടുവരണം. ഇതേപ്പറ്റിയൊക്കെ വാസ്തവത്തിൽ ഗവർണർക്ക് ഇത് കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാവുന്നതായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണമേഖലയെപ്പറ്റി, സാമൂഹ്യ മേഖലയെ കാര്യമായ സ്വയം വിമർശനം ഇതിൽ വന്നിട്ടില്ല എന്ന കാര്യം ഞാൻ ഉന്നയിക്കുകയാണ്. സാർ, യഥാർത്ഥ ധനസ്ഥിതിയെ പറ്റിയുള്ള ധവളപത്രമൊന്നും ഞാൻ പറയുന്നില്ല. അർത്ഥ പക്ഷിയിലാളുടെ അടിക്കുന്നത് പേപ്പറാണ്. അതിവിടെ ഇറക്കണം സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അത് ധനകാര്യമന്ത്രി കൂടിയല്ലേ, അങ്ങ് ഇറക്കണം. ഇറക്കാൻ പറ്റും. ഈ നാടറിയട്ടെ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു നല്ല അഭിപ്രായം വന്നു എന്നുള്ളത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണ്. ആരും എതിരൊന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയെപ്പറ്റി തികഞ്ഞ ബഹുമാനവും സ്നേഹവും. ഒന്നാമത് സുസ്മയുടെ വദനായി നല്ല എന്താ പറയുന്നത്, അങ്ങനൊരു മുഖ്യമന്ത്രി. അതുകൊണ്ട് എല്ലാവരും, ഞാൻ സുസ്മയുടെ വദനൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയല്ല. ആ തുടക്കമൊക്കെ വളരെ നന്നായിരുന്നു. ആ മഞ്ഞക്കുറ്റിയൊക്കെ മാറ്റിയത് ഈ കേരളത്തിൻ്റെ ചരിത്രമാണ് സാർ. നമുക്ക് റെയിൽവേ വേണം, അതിന് നമ്മുടേതായ തരത്തിൽ നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അടുക്കള കളയുന്ന പാവപ്പെട്ട സ്ത്രീകളെ ബുദ്ധിമുട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ കോടാനുകോടി രൂപയുടെ കരിമണൽ കൊള്ള നടക്കുകയാണ് വർഷങ്ങളായി. കഴിഞ്ഞ 15 വർഷത്തെ കരിമണൽ കൊള്ള അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ആ പണം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ പോയി, ആരൊക്കെയാണ് ദല്ലാളന്മാർ, അതെല്ലാം വെളിയിൽ കൊണ്ടുവരണം. അത് അവിടുത്തെ തീരപ്രദേശം ഇടിക്കാതെ, നശിപ്പിക്കാതെ ആ കരിമണൽ എങ്ങനെ കടലിൽ ഈ തിരമാല വരുന്ന അങ്ങോട്ട് മാറിയിട്ട് വലിയ ഉരുക്ക് കൊണ്ടുള്ള വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വന്ന് വീഴും ഈ കരിമണൽ. അത് ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്, അത് നമുക്ക് എടുക്കാം. അത് കോടാനുകോടി മൂല്യമുള്ള ഒരു സാധനമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അതിനെപ്പറ്റി അന്വേഷിക്കണം സാർ. സാർ, നമ്മൾ നവകേരളം, നവോത്ഥാന കേരളം എന്നൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഉണർവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് യൂറോപ്പിലാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തുർക്കി എന്ന് പറയുന്ന മഹത്തായ ആ രാജ്യത്തെ ബാർബേറിയൻസ് ആക്രമിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി ഇസ്താംബുളിലായിരുന്നു. ആ ലൈബ്രറി തീ വെച്ചപ്പോൾ
യൂറോപ്പിൽ നിന്ന് പ്രത്യേകിച്ചും ലോകം തന്നെ നാനാഭാഗത്തോടെ അവിടെ ഗവേഷണം നടത്താൻ പറ്റുന്ന പഠിച്ച ഈ പുസ്തകവുമായി ഇവിടെ നാട്ടിലേക്ക് പോയി കിട്ടിയതുമായി അങ്ങനെ യൂറോപ്പിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും നവോത്ഥാനം ഉണ്ടായത്. ഷേക്സ്പിയറും മാർലോയൊക്കെ അതിന് സന്തതികളായിരുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. അതാണ് നവോത്ഥാനം, പുതിയൊരു ഉത്ഥാനമാണ്. അല്ല വെറുതെ ഒരു സർക്കാർ വന്നു അപ്പൊ ഞങ്ങൾ നവോത്ഥാനമാണ്. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇരിക്കുന്നതാണോ നവോത്ഥാനം? അല്ല ഇരുന്നിട്ട് എഴുന്നേറ്റതാണോ? ഇതൊക്കെ ചുമ്മാതെ അത് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ പറഞ്ഞു കൊടുക്കുന്ന എഴുതി വെക്കുകയാണ്, പ്രസംഗിക്കാണ് നടന്നത്. അതൊന്നുമല്ല നവോത്ഥാനം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ശ്രീ സതീശൻ പറഞ്ഞു, ഈ കേരളത്തെ നമുക്ക് മാറ്റിപ്പണിയണം. ഇത്